ഹലോ ഫ്രണ്ട്സ്, എന്നും ഇൻഷോട്ടല്ലേ എഡിറ്റ് ചെയ്യാറ്? നമുക്ക് ഇന്നൊന്ന് മാറ്റി പിടിച്ചാലോ? ഇന്ന് നമ്മൾ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് എഡിറ്റ്സ് ആപ്പിലാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാം തന്നെ ഉണ്ടാക്കിയൊരു എഡിറ്റിംഗ് ആപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഡിറ്റ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവിടെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൽ നിന്നാണ് നമ്മൾ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇൻഷോട്ട് ആപ്ലിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാൻവാസ് ഒക്കെ അതിലുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ എൻ്റെ കാണാനില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അത് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഈ ഫോട്ടോ ഇപ്പോൾ സൂം ഇൻ ചെയ്യാൻ പോവാണ്. ആ ഫോട്ടോ ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷമാണ് സൂം ഇൻ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഫോട്ടോ ക്ലിപ്പിൻ്റെ സൈസ് ഞാൻ 20 സെക്കൻഡ്സ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി കുറവ് പോലെ നിങ്ങൾക്ക് തോന്നാറില്ലേ? അങ്ങനെ ഒരു കുറവ് വരുത്താതെ HD ക്വാളിറ്റിയിൽ നമുക്കിതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്തത് ഈ ഫോട്ടോ ക്ലിപ്പ് ചൂസ് ചെയ്തിട്ട് ഫിൽറ്റർ എടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ബ്ലഷ് എന്നുള്ളൊരു ഫിൽറ്ററാണ് കൊടുക്കാൻ പോണത് കേട്ടോ. ഞാൻ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം അടുത്തായിട്ടേ ഉള്ളൂ. എനിക്കിതിൽ കുറച്ചും കൂടി നല്ലത് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്വാളിറ്റിയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോണത് അടുത്ത് ടെക്സ്റ്റ് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതിലും കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ഇൻഷോട്ടിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ എഡിറ്റ് ആപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ആപ്പ് വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. സാധാരണ നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ നേരത്തെ ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെക്സ്റ്റിന് ഞാൻ അവിടെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ അവിടെ ചേഞ്ച് ചെയ്തതിന് ശേഷം അവിടെ ഞാൻ ഫോട്ടോ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഫോട്ടോ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഓവർലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓവർലേ എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം ഗാലറിയിൽ നിന്ന് സെയിം ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അവിടെ മുകളിൽ പോയി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായാലും കാണാൻ മറക്കല്ലേ കേട്ടോ. ഞാൻ താഴെ ഓൾറെഡി മ്യൂസിക് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്, കണ്ടിട്ട് വരിക കേട്ടോ. ഇനി നമുക്ക് സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അവിടെ സ്പോട്ടിഫൈ ഒന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. ഇത് ഫുൾ സ്ക്രീനിൽ കാണിക്കാത്തത് ലൈക്കും ഷെയറൊക്കെ വന്നാലൊന്നും കാണില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ക്രോപ്പ് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്ത ആ സ്റ്റിക്കർ അവിടെ പോയിട്ടൊന്ന് പ്ലേസ് ചെയ്യുക. ഇനി നമ്മളിത് എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യണത് കേട്ടോ. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളവിടെ മുകളിൽ 2K എന്നുള്ളത് കാണുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് HD ആക്കിയതിന് ശേഷം എക്സ്പോർട്ട് ചെയ്യുക കേട്ടോ. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട്. അതല്ല എങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ലിറിക്സ് വേണമായിരുന്നു. അതുകൊണ്ട് ലിറിക്സ് ഉള്ള ഓപ്ഷൻ എനിക്ക് ഇവിടെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് സാധാ റീൽ പോസ്റ്റ് ചെയ്യണ പോലെ അതിൽ മ്യൂസിക് സെലക്ട് ചെയ്ത് ലിറിക്സ് അവിടെ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതിൽ കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാൻ മറക്കല്ലേ. ഞാൻ താഴെ മ്യൂസിക് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടിട്ട് വരിക കേട്ടോ.